പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സങ്കീർത്തനം 32:8 അറിയാമോ? നമ്മൾ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ ഈ വചനം ഇന്ന് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതേ ഈ സ്വർണം ശുദ്ധീകരിക്കുന്ന ആ വ്യക്തികളെ കുറിച്ചാട്ടോ. ആ പ്രോസസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെറിയ അഗ്നിയിലൂടെ കടത്തിവിട്ട് ഈ സ്വർണത്തെ ശുദ്ധീകരിച്ച് തങ്കമായി അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കീടകൾ മാലിന്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പൊന്നായിട്ട് പുറത്തു വരുന്ന പ്രോസസ്സ്. അന്നേരം ഇത് ചെയ്യുന്ന ആ സ്വർണ്ണപ്പണിക്കാരൻ്റെ ശ്രദ്ധയും കണ്ണും എപ്പോഴും ഈ സ്വർണത്തിൻ്റെ മേലായിരിക്കും. ആ പ്രോസസ്സിനായിട്ട് സ്വർണം വെച്ചിട്ട് സ്വർണ്ണപ്പണിക്കാരൻ എവിടെയെങ്കിലും പോകത്തില്ല. ഭക്ഷണം കഴിക്കാനോ കിടന്നുറങ്ങാനോ മറ്റെന്തെങ്കിലും പണിക്കോ പോകത്തില്ല. പകരം അവിടെ തന്നെ ഇരുന്ന് തൻ്റെ ശ്രദ്ധയും തൻ്റെ കണ്ണും പൂർണ്ണമായും ആ സ്വർണത്തിൻ്റെ മേലായിരിക്കും. ഇവിടെ വചനം പറഞ്ഞേക്കുന്നുണ്ടോ? ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അതായത് എൻ്റെ കണ്ണ് എപ്പോഴും നിൻ്റെ മേൽ പതിഞ്ഞിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എനിക്കത് ചിന്തിക്കുമ്പം എൻ്റെ ഹൃദയത്തിനകത്തു നിന്ന് സന്തോഷം നിറഞ്ഞു വരികയാണ്. സന്തോഷത്തിൻ്റെ കണ്ണ് നിറയും കേട്ടോ. സന്തോഷം കൊണ്ട് നമ്മളെ എപ്പോഴും ശ്രദ്ധയോടെ നോക്കുന്ന, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, അവിടുത്തെ കണ്ണ് നമ്മളുടെ മേൽ പതിച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ ഉടമസ്ഥൻ ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പ്രോസസ്സ് കുറച്ച് ഹാർഡായിരിക്കും. ഏത് പ്രോസസ്സും ബുദ്ധിമുട്ടേറിയതാ. ഈ സ്വർണം ശുദ്ധി ചെയ്യുന്ന പ്രോസസ്സ് അത്ര എളുപ്പമാണോ? പക്ഷേ സ്വർണത്തിനൊരു ഉറപ്പുണ്ട്. സ്വർണ്ണപ്പണിക്കാരൻ അതിനെ അവിടെ അഗ്നിയിൽ വെച്ചിട്ട് എങ്ങും പോകത്തില്ലെന്ന്. എന്നതുപോലെ കർത്താവിൻ്റെ കരത്തിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉറപ്പ് വേണം. ഏത് പ്രോസസ്സിലൂടെ നമ്മൾ പോവുകയാണെങ്കിലും ഈ പ്രോസസ്സ് കഴിയുവോളം കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്ന ആ ഒരു പദവിയിലേക്ക്, ആ ഒരു പൊസിഷനിലേക്ക് നമ്മളെ എത്തിക്കുവോളം നമ്മളുടെ മേലെ പ്രോസസ്സ് നടത്തുന്ന ആള്, നമ്മളെ പണിയുന്ന കർത്താവ് നമ്മളെ വിട്ടു പോകത്തില്ല. അവിടുത്തെ ശ്രദ്ധ മുഴുവനും നമ്മളിലായിരിക്കും. അവിടുത്തെ കണ്ണ് നമ്മളിൽ പതിഞ്ഞിരിക്കും. അവിടുത്തെ കരം നമ്മളുടെ മേൽ എപ്പോഴും നമ്മളുടെ സുരക്ഷിതത്തിനായിട്ട് നമ്മളുടെ മേലുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന പ്രോസസ്സ് എന്താണെങ്കിലും, ഏത് തരം പ്രക്രിയയിലൂടെ കടന്നു പോകുന്നെങ്കിലും, ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും, അടുത്തൊരു പ്രൊമോഷനിലേക്കുള്ള പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഉടമസ്ഥൻ ശ്രദ്ധയോടെ നിങ്ങളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ കരത്തിൽ നിങ്ങൾ സദാസമയം സുരക്ഷിതരാ. പ്രാർത്ഥിക്കുക. അപ്പാ താങ്ക് യു അപ്പാ, താങ്ക് യു സോ മച്ച്. ഹല്ലേലൂയ. ഞങ്ങൾ കടന്നു പോകുന്ന പ്രോസസ്സിൽ അങ്ങയുടെ സാന്നിധ്യം കൂടെയുണ്ട്. അങ്ങയുടെ കണ്ണ് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തരുന്നതിന് സ്തോത്രം. ഞങ്ങൾ കടന്നു പോകുന്ന പ്രോസസ്സ് പെയിൻഫുൾ ആണെങ്കിലും, കർത്താവേ അത് ഹാർഡാണെങ്കിലും ടഫാണെങ്കിലും അവിടെയൊന്നും ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട, സാരമില്ല, ഞാൻ കൂടെയുണ്ട്, നിന്നെ ഞാൻ എൻ്റെ ഉള്ളങ്കരത്തിൽ വഹിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ കേൾപ്പിക്കുന്നതിനായി സ്തോത്രം. അതിനേക്കാളൊക്കെ ഉപരി അങ്ങയുടെ ആ കണ്ണുകൾ ഞങ്ങളുടെ മേൽ പതിഞ്ഞിരിക്കുകയാൽ സ്തോത്രം. താങ്ക് യു അപ്പാ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയരെ എല്ലാം ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ ഒത്തിരി സ്നേഹിക്കുന്നു അപ്പാ. മഹത്വ അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ലവ് യു.